നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിനിടെ മാധ്യമ സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ചൊല്ലി വിദേശ മാധ്യമങ്ങളും ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും തമ്മിൽ നടന്ന വാക്പോര് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുമായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് നടത്തിയ കടുത്ത വാദപ്രതിവാദങ്ങളുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെയും അവകാശ ലംഘനങ്ങളെയും കുറിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകയോട് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ഇന്ത്യയിലെ കോടതികളെ സമീപിക്കാനാണ് സിബി ജോർജ് മറുപടി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗഹർസ്റ്റോറും സംയുക്ത പ്രസ്താവന നടത്തി വേദി വിടുന്നതിനിടയിലായിരുന്നു നാടകീയ സംഭവങ്ങളുടെ തുടക്കം. നോർവീജിയൻ മാധ്യമപ്രവർത്തക ഹെല്ലെ ലിങ് സ്വെൻസറാണ് ചോദ്യമുന്നയിച്ചത്. പ്രധാനമന്ത്രി മോദി ലോകത്തിലെ ഏറ്റവും മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ഉറക്കെ വിളിച്ചു ചോദിക്കുകയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിക്കാതെ വേദി വിട്ടു. ഇതിന് പിന്നാലെ നടന്ന ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിലാണ് ഇതേ വിഷയം ഉന്നയിച്ച് മാധ്യമപ്രവർത്തകയും വിദേശകാര്യ മന്ത്രാലയവും തമ്മിൽ കടുത്ത തർക്കമുണ്ടായത്. ജനാധിപത്യ മൂല്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യത്തിന് ഇന്ത്യയുടെ വലിപ്പവും ജനാധിപത്യ അടിത്തറയും മനസ്സിലാക്കാതെയാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്നതെന്ന് സിബി ജോർജ് തുറന്നടിച്ചു. തർക്കം രൂക്ഷമായതോടെ മാധ്യമപ്രവർത്തക വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഏതാനും നിമിഷം കഴിഞ്ഞ് അവർ തിരികെയും എത്തി. സംഭവത്തെക്കുറിച്ച് അവർ തന്റെ എക്സ് അക്കൗണ്ടിലും ഒരു കുറിപ്പ് പങ്കുവച്ചു. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ 1-ാം സ്ഥാനത്താണെന്നും എന്നാൽ ഇന്ത്യ 157-ാം സ്ഥാനത്താണെന്നും അവർ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചു. ജനാധിപത്യ സമൂഹങ്ങളിൽ ലോക നേതാക്കളെ ചോദ്യം ചെയ്യുക എന്നത് മാധ്യമപ്രവർത്തകരുടെ ചുമതലയാണെന്നും അവർ കുറിച്ചു. എന്നാൽ ഇന്ത്യയുടെ പരമാധികാരത്തെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്ന ഉറച്ച നിലപാടിലാണ് വിദേശകാര്യ മന്ത്രാലയം. സോഷ്യൽ മീഡിയയിൽ അവർക്ക് നേരെ കടുത്ത അധിക്ഷേപം തന്നെയാണ് പിന്നീട് നേരിടേണ്ടി വന്നത്. ചൈനയും ഷീ ജിൻപിങ്ങിനെയും ഒക്കെ പുകഴ്ത്തി മുൻപ് അവർ എഴുതിയ ലേഖനങ്ങളെ പരാമർശിച്ച് ചിലർ ഇവരെ വിദേശ ഏജന്റ്, ചാരവനിത, ചൈനീസ് പ്രതിനിധി എന്നൊക്കെയാണ് വിളിച്ചത്. ഇത് പ്രധാനമന്ത്രി മോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത പ്രസ്താവന മാത്രമായിരുന്നെന്നും അല്ലാതെ പത്രസമ്മേളനം ആയിരുന്നില്ല എന്നും നിരവധി ആളുകൾ ചൂണ്ടിക്കാണിച്ചു. വിമർശനം ശക്തമായതോടെ ഒടുവിൽ അവർക്ക് പിന്നീട് വിശദീകരണമായി രംഗത്ത് വരേണ്ടി വന്നു. എനിക്കിത് എഴുതേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. പക്ഷേ ഞാനൊരു വിദേശ ഗവൺമെൻറ് അയച്ച വിദേശ ചാരയല്ല. മാധ്യമപ്രവർത്തനമാണ് എൻ്റെ ജോലി എന്നായിരുന്നു പിന്നീട് അവർ വിശദീകരണമായി എക്സിൽ കുറിച്ചത്. എന്തു തന്നെയായാലും ഈ സംഭവം ഹെല്ലെ ലിങ്ങിനെ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി. പ്രത്യേകിച്ച് അവരുടെ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റുകളും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായി. പ്രധാനമന്ത്രി മോദിയെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റിന് മുൻപ് ഇവർ ഒരു പോസ്റ്റ് എക്സിൽ പങ്കുവെക്കുന്നത് 2024 ഏപ്രിൽ 10-നായിരുന്നു. കൊക്കൈൻ ലഹരിക്ക് അടിമകളായ യുവാക്കൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ലേഖനമായിരുന്നു അവർ അന്ന് പങ്കുവച്ചത്. അതിനു മുൻപ് 2022-ലായിരുന്നു മറ്റൊരു പോസ്റ്റ്. 2021-ൽ G20 ഉച്ചകോടിക്കിടെ മോദിയും ലോക നേതാക്കളും കോയിൻ ടോസ് ചെയ്യുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു അവർ പോസ്റ്റ് റീട്വീറ്റ് ചെയ്തിരുന്നത്. കൗതുകരമായ മറ്റൊരു കാര്യം, പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത പരിപാടി നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അവരുടെ എക്സ് അക്കൗണ്ട് വെരിഫൈഡ് ആയത്. എന്നാൽ താൻ കൂടുതൽ സജീവമായിട്ടുള്ളത് ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലുമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരോപണങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തു. രാഷ്ട്രീയവും അന്താരാഷ്ട്ര കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇവർ മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇലോൺ മസ്കിന്റെ ടെസ്ല കമ്പനിക്കെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഫേസ്ബുക്ക്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളിൽ സജീവമായ ഹെല്ലയ്ക്ക് ഈ സംഭവത്തിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ഫോളോവേഴ്സിന്റെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി. ഏതായാലും വിഷയം ഇന്ത്യയിൽ പ്രതിപക്ഷവും ഏറ്റെടുത്തു. പ്രധാനമന്ത്രി പരിഭ്രാന്തനായി ഓടിയൊളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധിയും മെഹുവ മൈത്രി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. എന്നാൽ നോർവീജിയൻ പ്രധാനമന്ത്രി പോലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നില്ലെന്ന് പറഞ്ഞാണ് BJP നേതാവ് അമിത് മാളവിയ ഇതിനോട് പ്രതികരിച്ചത്.